റിയൽ അനാലിസിസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 7.2 ആണ്. അതിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് കോഷീസ് ക്രൈറ്റീരിയൻ ആണ്. സോ മാത്തമാറ്റിക്കൽ അനാലിസിസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗണിതശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ കോഷി. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വേറെ ക്രൈറ്റീരിയനും നമ്മളിതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. കോഷീസ് ക്രൈറ്റീരിയൻ ഫോർ കൺവെർജൻസ് ഓഫ് എ സീക്വൻസ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് കോഷീസ് ക്രൈറ്റീരിയൻ ഫോർ റീമാൻ ഇൻ്റഗ്രബിലിറ്റി. ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവാനുള്ള കോഷി ക്രൈറ്റീരിയൻ. സോ കോഷി ക്രൈറ്റീരിയൻ എന്താണ് എന്ന് കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് സീക്വൻസിൻ്റെ കൺവെർജൻസിന് വേണ്ടിയിട്ടുള്ള കോഷി ക്രൈറ്റീരിയനിൽ എന്തായിരുന്നു നമ്മുടെ പ്രത്യേകത എന്ന് നോക്കാം. അവിടെ നമ്മൾ പഠിച്ചത് എ സീക്വൻസ് ഇസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ കോഷി സീക്വൻസ്. അവിടെ കൺവെർജൻസിൻ്റെ ഡെഫിനിഷന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എ എന്ന് പറയുന്ന ഒരു നമ്പർ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ സീക്വൻസ് എക്സനിൻ്റെ ലിമിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രമേ നമുക്ക് സീക്വൻസിൻ്റെ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ കോഷി ക്രൈറ്റീരിയൻ വന്നപ്പോൾ സീക്വൻസ് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. എക്സ് എന്ന് പറയുന്ന നമ്പർ ആരാണ് എന്നറിയേണ്ട ആവശ്യമില്ല. സീക്വൻസിലുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള അകലം കുറഞ്ഞു വരുമ്പോൾ അതിനെ കോഷി സീക്വൻസ് എന്ന് വിളിക്കും. അങ്ങനെ കോഷി സീക്വൻസ് ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും എന്നാണ് നമുക്കവിടെ പറഞ്ഞത്. ഇതേ ലിമിറ്റേഷൻ തന്നെ റീമാൻ ഇൻ്റഗ്രബിലിറ്റിയുടെ ഡെഫിനിഷനുണ്ട്. റീമാൻ ഇൻ്റഗ്രബിലിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? ഫോർ എവരി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 we have a delta greater than 0 such that whenever a tagged partition has a norm less than delta epsilon, absolute value of sfp dot minus l will be less than epsilon. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എൽ എന്ന് പറയുന്ന ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡെഫിനിഷനിൽ പറയുന്നത്. സോ എൽ എന്ന് പറയുന്ന നമ്പർ അതിന് നമുക്കൊരു അതിൻ്റെ ഒരു ഏകദേശ വാല്യൂ അറിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ആ എല്ലിൻ്റെ വാല്യൂ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് റീമാൻ ഇൻ്റഗ്രബിലിറ്റിയുടെ ഡെഫിനിഷൻ ഉപയോഗിച്ച് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കോഷി ക്രൈറ്റീരിയൻ വീണ്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. ആ എൽ എന്ന് പറയുന്ന നമ്പറിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയും ഇല്ലെങ്കിലും നമുക്ക് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. സോ കോഷി ക്രൈറ്റീരിയൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കോഷി ക്രൈറ്റീരിയൻ ഫോർ റീമാൻ ഇൻ്റഗ്രബിലിറ്റി. എ ഫംഗ്ഷൻ എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു ആർ ബിലോങ്സ് ടു ആർ എ ബി if and only if for every epsilon greater than 0 there exists delta epsilon greater than 0 such that if p dot and q dot are any tagged partitions of closed interval ab with norm of p dot less than delta epsilon and norm of q dot this is also less than delta epsilon, norm of q dot is also less than delta epsilon, then absolute value of s of p dot minus s of q dot is less than epsilon. ഇതാണ് കോഷി ക്രൈറ്റീരിയൻ പറയുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ ഇനി പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. തിരിച്ച് ഫംഗ്ഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവുകയുമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് കണ്ടീഷൻ എന്ന് നോക്കാം. ടേക്ക് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. വി ആർ ടേക്കിംഗ് എ പോസിറ്റീവ് വാല്യൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മറ്റൊരു പോസിറ്റീവ് വാല്യൂ ഡെൽറ്റ എപ്സിലൺ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലൺ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് if we take two tagged partitions of closed interval AB, ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ തന്നെ 2 ടാഗ്ഡ് പാർട്ടീഷൻസ് ആണ് പി ഡോട്ടും ക്യൂ ഡോട്ടും. ഈ 2 ടാഗ്ഡ് പാർട്ടീഷൻസിൻ്റെയും നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ആയിരിക്കണം. ഓക്കെ, സോ കറസ്പോണ്ടിങ് ടു എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta epsilon greater than 0 such that if we take any two tagged partitions of closed interval AB
ബോത്ത് വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ, ദെൻ ഈ രണ്ട് ടാഗ്ഡ് പാർട്ടീഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന റീമാൻ സമ്മുകളുടെ ഡിഫറൻസ് നെഗ്ലിജിബിൾ ആയിരിക്കണം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എസ് എഫ് പി ഡോട്ട് ആൻഡ് എസ് എഫ് ക്യൂ ഡോട്ട് മസ്റ്റ് ബി ലെസ് ദാൻ എപ്സിലൺ. നമുക്ക് എസ് എഫ് പി ഡോട്ടിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നറിയാം. അതായത് പി ഡോട്ട് എന്ന് പറയുന്ന പാർട്ടീഷൻ, സപ്പോസ് ദിസ് ഇസ് സേ എക്സ് നോട്ട് ഈക്വൽ ടു എ, ദെൻ x1 x2 എക്സെട്ര xn ഈക്വൽ ടു ബി. ഇവിടെ ഓരോ ഈ xi-1 xi എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ടാഗാണ് ടി ഐ എന്ന് കരുതുക. ഇതുപോലെ തന്നെ ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടീഷനാണ്. സേ വൈ നോട്ട് ഈക്വൽ ടു എ, ദെൻ വി ഹാവ് y1 y2 എക്സെട്ര ym, ദിസ് ഈസ് ഈക്വൽ ടു ബി. ഇവിടെ നമ്മൾ yi-1 yi-യിൽ നിന്നെടുക്കുന്ന ടാഗ് സേ എസ് ഐ ആണ് എന്നും കരുതുക. ദെൻ എസ് എഫ് പി ഡോട്ട് എന്താണെന്ന് നമുക്കറിയാം. എസ് എഫ് പി ഡോട്ട് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് ടി ഐ ടൈംസ് xi മൈനസ് xi മൈനസ് 1. അതുപോലെ എസ് എഫ് ക്യൂ ഡോട്ട് ഇസ് സമ്മേഷൻ സേ j ഈക്വൽ ടു 1 to m എഫ് ഓഫ് എസ് ഐ ടൈംസ് yi മൈനസ് yi മൈനസ് 1. ഇതാണ് എസ് എഫ് ക്യൂ ഡോട്ട്. അപ്പോൾ ഒരേ ഫംഗ്ഷൻ്റെ തന്നെ രണ്ട് ടാഗ്ഡ് പാർട്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന രണ്ട് റീമാൻ സമ്മുകളാണ് ഇവർ രണ്ടുപേരും, എസ് എഫ് പി ഡോട്ടും എസ് എഫ് ക്യൂ ഡോട്ടും. ഈ രണ്ട് റീമാൻ സമ്മുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പാടില്ല. ദേ ഷുഡ് ഹാവ് അപ്രോക്സിമേറ്റ്ലി ദ സെയിം വാല്യൂ. അങ്ങനെയാണെങ്കിലേ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവുകയുള്ളൂ. എല്ലാ ടാഗ്ഡ് പാർട്ടീഷൻസിനുമല്ല, ചെറിയ നോമുള്ള ടാഗ്ഡ് പാർട്ടീഷൻസിൻ്റെ കേസാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. ഇവിടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. സോ ദിസ് ഈസ് എ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ എ ഫംഗ്ഷൻ ടു ബി റീമാൻ ഇൻ്റഗ്രബിൾ. ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവാനുള്ള ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് കോഷി ക്രൈറ്റീരിയൻ ഫോർ റീമാൻ ഇൻ്റഗ്രബിലിറ്റി. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രൂഫിന് രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും. ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ദെൻ വി വിൽ പ്രൂവ് ദാറ്റ് ഇഫ് എഫ് സാറ്റിസ്ഫൈസ് ദ ഗിവൺ കണ്ടീഷൻ ദെൻ എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ. അങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് നമ്മുടെ പ്രൂഫിന്. സോ നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് വി അസ്യൂം ദാറ്റ് എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ. എഫ് ഈസ് ഇൻ RAB. ഇപ്പോൾ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ നമുക്കതിനൊരു ഇൻ്റഗ്രൽ വാല്യൂ ഉണ്ട്. ഇൻ്റഗ്രൽ a to b f ഇസ് ഈക്വൽ ടു L. സോ നമുക്ക് റീമാൻ ഇൻ്റഗ്രബിലിറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം ഫോർ എവറി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് if p dot is any tagged partition of AB with a norm of p less than delta epsilon, then absolute value of SFP dot minus L will be less than epsilon. So ഇനി ഞാൻ ഈറ്റ എപ്സിലൺ എന്നൊരു നമ്പർ എടുക്കുകയാണ്. ദിസ് ഈറ്റ എപ്സിലൺ is nothing but delta corresponding to epsilon by 2. ഇവിടെ ഒരു എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുക്കുന്നു. എപ്സിലൺ ബൈ 2വിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഡെൽറ്റ എന്താണോ അതിനെയാണ് ഇവിടെ ഈറ്റ എപ്സിലൺ എന്ന് വിളിച്ചിരിക്കുന്നത്. സോ ഒരു ടാഗ്ഡ് പാർട്ടീഷൻ്റെ നോമ് ഈറ്റ എപ്സിലണിനേക്കാൾ ചെറുതാണെങ്കിൽ കറസ്പോണ്ടിങ് റീമാൻ സമ്മും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ആയിരിക്കും. സോ ഇവിടെ ഞാൻ രണ്ട് ടാഗ്ഡ് പാർട്ടീഷൻസ് എടുക്കുകയാണ്, പി ഡോട്ട് ആൻഡ് ക്യൂ ഡോട്ട്. Two tagged partitions of AB and both of them have norm less than eta epsilon. So norm of P dot is less than eta epsilon and norm of Q dot is also less than eta epsilon. So ഈ പറയുന്ന കണ്ടീഷൻ നമ്മളിവിടെ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം ഈറ്റ എപ്സിലണിനേക്കാൾ ചെറുതാണ് നോമെങ്കിൽ
കറസ്പോണ്ടിങ് റീമാൻ സമ്മും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ആയിരിക്കും. ഇതുപോലെ ഇവിടെ ക്യൂ ഡോട്ടിൻ്റെയും നോം എന്ന് പറയുന്നത് ലെസ് ദാൻ ഈറ്റ എപ്സിലൺ ആണ്. സോ absolute value of S of Q dot minus L is also less than epsilon by 2. So we have two inequalities here. Absolute value of S of P dot minus L less than epsilon by 2, as well as absolute value of S of Q dot minus L less than epsilon by 2. Okay. Now, what is absolute value of S of P dot minus S of Q dot? അപ്പോൾ ഇവിടെ ഞാൻ ഒരു എൽ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, ദെൻ അപ്ലൈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. സോ വി ഹാവ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എഫ് ക്യൂ ഡോട്ട് മൈനസ് എൽ. ഓക്കെ, ഇപ്പം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഈ ഓരോ അബ്സല്യൂട്ട് വാല്യൂവും ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ആണ്. സോ ലെസ് ദാൻ എപ്സിലൺ ബൈ 2 പ്ലസ് എപ്സിലൺ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു എപ്സിലൺ. So we have absolute value of S of P dot minus S of Q dot is less than epsilon. So whenever F is Riemann integrable, F satisfies this property. Okay. So first part in the proof നമുക്ക് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം. So we are assuming that for every epsilon greater than 0, there exists delta epsilon greater than 0 such that if P dot and Q dot are any tagged partitions of closed interval AB with norm of P dot less than delta epsilon and norm of Q dot less than delta epsilon, then absolute value of S of P dot minus S of Q dot is less than epsilon. ഇതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. F satisfies this condition and we have to prove that F is Riemann integrable. Okay, അപ്പോൾ F Riemann integrable ആണ് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് റീമാൻ ഇൻറ്റഗ്രബിലിറ്റിയുടെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് മുന്നൊരുക്കങ്ങൾ ആവശ്യമുണ്ട്. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. സോ ലെറ്റ് n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സോ ഞാൻ എപ്സിലൺ എൻ എന്ന് പറയുന്നത് 1/n ആയിട്ട് എടുക്കുന്നു. സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ ഇപ്പം നമ്മുടെ അസംഷൻ പ്രകാരം തൊട്ട് മുമ്പ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് നോം ഓഫ് ടേക്ക് എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ ഡെൽറ്റ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. സോ ഞാനിവിടെ ഒരു 1/n ഗ്രേറ്റർ ദാൻ 0 എടുത്തു. കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു ഡെൽറ്റ കിട്ടും സച്ച് ദാറ്റ് ഇഫ് പി ഡോട്ട് ആൻഡ് ക്യൂ ഡോട്ട് ആർ പാർട്ടീഷൻസ് ഓഫ് എ ബി വിത്ത് നോം ലെസ് ദാൻ ദിസ് ഡെൽറ്റ, then absolute value of S of P dot minus S of Q dot will be less than 1/n. So 1/n കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കിട്ടുന്ന ഡെൽറ്റയെയാണ് ഞാനിവിടെ ഡെൽറ്റ എൻ എന്ന് വിളിച്ചിരിക്കുന്നത്. സോ ലെറ്റ് എപ്സിലൺ എൻ ഈക്വൽ ടു 1/n. കറസ്പോണ്ടിംഗ്ലി വി ഹാവ് എ ഡെൽറ്റ എൻ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് absolute value of S of P dot minus S of Q dot is less than 1/n whenever norm of P dot is less than delta n and norm of Q dot is less than delta n. നമ്മുടെ കയ്യിൽ ഇങ്ങനെയുണ്ട്. ഇവിടെ നമുക്ക് അസ്യൂം ചെയ്യാം ഡെൽറ്റ എൻ പ്ലസ് 1 എന്ന് പറയുന്നത് ഡെൽറ്റ എന്നിനേക്കാൾ ചെറുതാണ്. അതായത് നമുക്കറിയാം 1/n പ്ലസ് 1 എന്ന് പറയുന്നത് 1/n-നേക്കാൾ ചെറുതാണ്. നമുക്ക് രണ്ട് റീമാൻ സമ്മുകളും തമ്മിലുള്ള അകലം ലെസ് ദാൻ 1/n-നേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, അപ്പോൾ 1/n പ്ലസ് 1-നേക്കാൾ ചെറുതാണെങ്കിൽ നാച്ചുറലി 1/n-നേക്കാളും ചെറുതാണ്. സോ ഇവർ തമ്മിലുള്ള അകലം കുറഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ 1/n എന്ന് പറഞ്ഞാൽ ചെറുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ, n വലുതാകും തോറും. സോ ഇത് ചെറുതായിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ പാർട്ടീഷൻസിൻ്റെ നോമും ചെറുതായിക്കൊണ്ടിരുന്നേ പറ്റൂ. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് ഡെൽറ്റ എൻ പ്ലസ് 1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എൻ. ഇനി എങ്ങാനും അങ്ങനെയല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ റീപ്ലേസ് ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ എൻ ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് ഡെൽറ്റ 1 ഡെൽറ്റ 2 എക്സെട്ര ഡെൽറ്റ എൻ. അതായത് ഡെൽറ്റ എന്നിനേക്കാൾ ചെറുതാണെങ്കിൽ അതിലും ചെറിയ എല്ലാ വാല്യൂവിനേക്കാളും ചെറുതായാലും ഇത് ട്രൂ ആയിക്കോളും. ഓക്കെ, നോമ് 1-നേക്കാൾ ചെറുതായിരിക്കുമ്പോൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് നമ്മളോട് പറയുന്നു. നോമ് 1/2-നേക്കാൾ ചെറുതാണെങ്കിൽ ഓൾറെഡി 1-നേക്കാൾ ചെറുതാണ്, അപ്പോഴും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതുപോലെ ഡെൽറ്റ എൻ
എന്ന് പറയുന്നത് എങ്ങാനും ഡെൽറ്റ എൻ പ്ലസ് വണ്ണിനേക്കാളും വലുതാവുന്ന കേസിൽ വി ക്യാൻ റീപ്ലേസ് ഡെൽറ്റ എൻ ബൈ മിനിമം ഓഫ് ഡെൽറ്റ 1 ഡെൽറ്റ 2 എക്സെട്ര ഡെൽറ്റ എൻ. സോ ഇനി ഞാൻ പി എൻ ഡോട്ട് എന്ന് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് എ ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് എ ബി വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എൻ. സോ ഹിയർ ആഫ്റ്റർ ബൈ നൊട്ടേഷൻ പി എൻ ഡോട്ട് വി മീൻ എ ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എൻ. ഓക്കെ, അപ്പോൾ ഞാൻ 2 നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു, എമ്മും എന്നും. ഇതിൽ എം ഗ്രേറ്റർ ദാൻ എൻ ആണെന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ട് 1/m വിൽ ബി ലെസ് ദാൻ 1/n. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രകാരം ഡെൽറ്റ എൻ എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ ഇഫ് എം ഇസ് ഗ്രേറ്റർ ദാൻ എൻ, ഡെൽറ്റ എം വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എൻ. ഓക്കെ, ഇവിടെ നോം ഓഫ് പി എം ഡോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ എം ആണ്. നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ പ്രകാരം ഇത് ലെസ് ദാൻ ഡെൽറ്റ എം ആണ്. ആൻഡ് ഡെൽറ്റ എം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എൻ. സോ വി ഹാവ് ഇഫ് എം ഇസ് ഗ്രേറ്റർ ദാൻ എൻ, നോം ഓഫ് പി എം ഡോട്ട് ഇസ് ലെസ് ദാൻ ഡെൽറ്റ എൻ. ഓക്കെ, so we have norm of pm dot is less than delta n. ഓൾറെഡി നമുക്കറിയാം നോം ഓഫ് പി എൻ ഡോട്ടും ലെസ് ദാൻ ഡെൽറ്റ എൻ ആണെന്ന്. സോ നമ്മുടെ അസംഷൻ പ്രകാരം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എഫ് പി എം ഡോട്ട് മൈനസ് എസ് എഫ് പി എൻ ഡോട്ട് ബോത്ത് ഓഫ് ദം ഹാവ് നോം ലെസ് ദാൻ ഡെൽറ്റ എൻ, സോ ദാറ്റ് their difference will be less than corresponding epsilon n. Epsilon n എന്ന് പറയുന്നത് ഇവിടെ 1/n ആണ്. So for every m greater than or equal to n, we have absolute value of SFPM dot minus SFPN dot is less than 1/n. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ n വലുതാകും തോറും എമ്മും വലുതാകും. കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് എന്നിനേക്കാൾ വലുതാണ് എം എന്നാണ്. സോ n വലുതാകും തോറും എമ്മും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ n വലുതാകുമ്പോൾ ഈ 1/n എന്താ സംഭവിക്കുക? അത് ചെറുതായിക്കൊണ്ടിരിക്കും. ഇറ്റ് വിൽ കൺവേർജ് ടു 0. സോ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ റീമാൻ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. n വലുതാകും തോറും അത് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ റീമാൻ സമ്മുകളുടെ ഒരു സീക്വൻസ് നമ്മൾ എടുത്താൽ ഈ സീക്വൻസിലുള്ള ആൾക്കാർ തമ്മിലുള്ള അകലാണ് നമ്മളിവിടെ നോക്കിയിരിക്കുന്നത്. ഇറ്റ് ഈസ് becoming smaller and smaller means this sequence is a Cauchy sequence in R. Cauchy sequenceൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ Cauchy സീക്വൻസും കൺവെർജൻ്റ് ആണ്. റിയൽ നമ്പേഴ്സിൻ്റെ എല്ലാ Cauchy സീക്വൻസും കൺവെർജൻ്റ് ആണ്. സോ വി ഹാവ് എസ് എഫ് പി എം ഡോട്ട് എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജൻ്റ് ആണ്. കൺവേർജൻ്റ് ആണെന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റിനെ നമ്മൾ എ എന്ന് വിളിച്ചു. സോ ലെറ്റ് limit m tends to infinity SFPM dot is equal to a. ഇനി ഇക്വേഷൻ 1ൽ ഇനീക്വാലിറ്റി 1ൽ m tends to infinity എന്ന് ലിമിറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതെന്താവും? വി വിൽ ഗെറ്റ് ഈ SFPM ഡോട്ട് എന്നുള്ളത് m tends to infinity എന്നെടുത്താൽ വി വിൽ ഗെറ്റ് a. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് a മൈനസ് SFPN dot is less than 1/n for all n element of n എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിലിപ്പോൾ n tends to infinity ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഇത്രയും കിട്ടി. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് a മൈനസ് SFPN dot is less than 1/n for all n element of natural numbers. ഇത് നമുക്ക് ആവശ്യമുള്ള റിസൾട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന്. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ കുറച്ച് മുന്നൊരുക്കങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ടേക്ക് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ആർബിട്രറിലി. അപ്പോൾ എപ്സിലൺ പോസിറ്റീവ് ആണെങ്കിൽ 2/എപ്സിലൺ എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് റിയൽ നമ്പറാണ്. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പ്രകാരം ഏത് റിയൽ നമ്പർ എടുത്താലും അതിലും വലിയ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവും. സോ 2/എപ്സിലണിനേക്കാളും വലിയ ഒരു നാച്ചുറൽ നമ്പറായിട്ട് k നമ്മൾ ചൂസ് ചെയ്യാണ്. സോ ചൂസ് k എലമെൻറ്റ് ഓഫ് n സച്ച് ദാറ്റ്
k greater than 2 by epsilon. ഇനി Q dot B any tagged partition of closed interval AB with norm of Q dot less than delta K. ഓക്കെ, ഒരു എപ്സിലൺ എടുത്തു, കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഈ എപ്സിലണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന ഡെൽറ്റയാണ് ഈ ഡെൽറ്റ കെ എന്ന് പറയുന്നത്. സോ കെ ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലൺ, സോ ദിസ് ഡെൽറ്റ ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലൺ. So Q dot is a tagged partition of AB with norm less than delta K. ഇപ്പോൾ absolute value of SFQ dot minus A എന്നുള്ളതിനെ എനിക്ക് ഈ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ഉള്ളിൽ ഞാൻ SFPK ഡോട്ട് പി കെ എന്ന് പറയുന്ന അത് പി കെ ഡോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ കെ. സോ SFPK ഡോട്ട് എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്തു, സബ്ട്രാക്റ്റ് ചെയ്തു, ദെൻ അപ്ലൈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ഇപ്പോൾ ആദ്യത്തെ അബ്സല്യൂട്ട് വാല്യൂ ശ്രദ്ധിക്കുക, നോം ഓഫ് ക്യൂ ഡോട്ട് ഇസ് ലെസ് ദാൻ ഡെൽറ്റ കെ. അതുപോലെ തന്നെ നോം ഓഫ് പി കെ ഡോട്ടും ലെസ് ദാൻ ഡെൽറ്റ കെ ആണ്. നോം ഓഫ് പി കെ ഡോട്ട് എന്ന് പറയുന്നതും ലെസ് ദാൻ ഡെൽറ്റ കെ ആണ്. സോ ഇതും ലെസ് ദാൻ ഡെൽറ്റ കെ, ഇതും ലെസ് ദാൻ ഡെൽറ്റ കെ ആണെങ്കിൽ നമുക്കറിയുന്നത് നമ്മുടെ അസംഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. സോ അത് പ്രകാരം SFQ ഡോട്ട് മൈനസ് SFPK ഡോട്ട് എന്ന് പറയുന്നതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 1/k യേക്കാൾ ചെറുതാണ്. അതുപോലെ തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് SFPN ഡോട്ട് മൈനസ് A ഈസ് ലെസ് ദാൻ 1/n. സോ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് k. So absolute value of SFPK dot minus A is also less than 1/k. So 1/k plus 1/k അതായത് 2/k. ഇവിടെ നമുക്ക് k greater than 2/epsilon എന്നുണ്ട്, which means 2/k less than epsilon. So what we have is absolute value of SFQ dot minus A less than epsilon, and this means F is Riemann integrable and its integral value is A. Lൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ ഉള്ളത് A ആണ്. സോ ഇൻ്റഗ്രൽ A to B F is equal to A. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോഷീസ് ക്രൈറ്റീരിയൻ പ്രൂവ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ നമുക്ക് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കോഷി ക്രൈറ്റീരിയൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ കാണാം.